ഈ ക്ലാസ്സിൽ നമുക്ക് ടൂൾ ലൈഫ് ഇക്വേഷൻ, ടെയ്ലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ടൂൾ ലൈഫ് എന്താണെന്ന് നമുക്കറിയാം. രണ്ട് സക്സസീവ് ഗ്രൈൻഡിങ്സ് തമ്മിലുള്ള ഇൻ്റർവെല്ലിനെയാണ് ടൂൾ ലൈഫ് എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ടൂള് അടുത്ത് ഷാർപ്പൺ ചെയ്യുന്നത് വരെ, ഒരു ഫ്രഷ് ടൂൾ അടുത്ത് ഷാർപ്പൺ ചെയ്യുന്നത് വരെ എടുക്കുന്ന ടൈം, മെഷീനിങ് എത്ര ടൈം ഒരു ടൂൾ വെച്ച് നമുക്ക് മെഷീൻ ചെയ്യാം, മെഷീനിങ് ഓപ്പറേഷൻ ഒരു ടൂൾ വെച്ച് നമുക്ക് എത്ര തവണ ചെയ്യാം, അത് റീഗ്രൈൻഡ് ചെയ്യുന്നവരെ എടുക്കുന്ന ടൈം, അതിനാണ് നമ്മൾ ടൂൾ ലൈഫ് എന്ന് പറയുക. ഇപ്പം ടെയ്ലർ ടൂൾ ലൈഫ് ഇക്വേഷൻ is given by Vt raised to n equal to a constant. അപ്പോൾ ഇവിടെ V എന്ന് പറയുന്നത് കട്ടിംഗ് സ്പീഡാണ്, T is the tool life, n is the slope of the plot, n is a constant and C is another constant. n ഉം C യും കോൺസ്റ്റൻസ് ആണ്. Vt raised to n equal to constant. അപ്പോൾ ഇവിടെ ബൈ എക്സ്പെരിമെൻറ്റ് എന്നിൻ്റെയും സിൻ്റെയും വാല്യൂസ് നമുക്ക് വർക്ക് മെറ്റീരിയലിനും ടൂൾ മെറ്റീരിയൽ കോമ്പിനേഷന് എന്നിൻ്റെയും സിൻ്റെയും വാല്യൂസ് നമ്മൾ എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, സ്റ്റീൽ വർക്ക് പീസ് ആകുമ്പോഴും ടൂൾ മെറ്റീരിയൽ ഹൈ സ്പീഡ് സ്റ്റീൽ ആകുമ്പോഴും n എന്ന് പറയുന്നത് 0.1 മുതൽ 0.16 വരെയാണ്. സി റേഞ്ചസ് ഫ്രം 160 to 190. ഇത് എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻ ചെയ്ത ഡാറ്റയാണ്. For the same work material steel, if you use carbide tool, n ranges from 0.18 to 0.2 and C from 220 to 290. ഇതുപോലെ കാസ്റ്റ് അയണിനും വാല്യൂസ് ഉണ്ട്. ഇത് എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻഡ് വാല്യൂസ് ആണ്. അപ്പോൾ ഇവിടെ എന്നിൻ്റെയും സിൻ്റെയും വാല്യൂ, ഈ ഇക്വേഷൻ നോക്കുക. Vt raised to n equal to കോൺസ്റ്റൻറ്റിൽ എന്നും സിയും നമുക്കറിയാമെങ്കിൽ ഒരു പർട്ടിക്കുലർ V എന്ന് പറയുന്നത് പർട്ടിക്കുലർ കട്ടിംഗ് സ്പീഡാണ്. ഓക്കെ, കട്ടിംഗ് സ്പീഡാണ്. ഈ കട്ടിംഗ് സ്പീഡിൽ എത്ര നേരം ആ ടൂള് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഈ കട്ടിംഗ് സ്പീഡിൽ ആ ടൂള് നമുക്ക് എത്ര നേരം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം. ഇത് ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ T ഈക്വൽ ടു C ബൈ V ഓൾ റൈസ് ടു 1/n എഴുതാം. അതായത് ഇത് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് വരും? T ഈക്വൽ ടു C ബൈ V, അതായത് ഈ ഈക്വൽ ടു സൈനിന് ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ, റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് എടുക്കുമ്പോൾ C ബൈ V ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ഇങ്ങനെയായിട്ട് T ഈക്വൽ ടു C ബൈ V, T റൈസ് ടു n ഈക്വൽ ടു C ബൈ V എന്ന് കിട്ടും. ഈ T ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യും? ഈ n ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യും? 1/n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, എക്സ്പോണൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഈ റേസ് ടുവിനെ ഇൻറ്റു 1/n ആകും. അപ്പോൾ ഈ ടീൻ്റെ കൂടെയുള്ള 1/n-ഉം ടീൻ്റെ ഇടയിലുള്ള കട്ടായി പോവും. ലാസ്റ്റ് നമുക്ക് കിട്ടുക T ഈക്വൽ ടു C ബൈ V ഓൾ റേസ് ടു 1/n. അപ്പോൾ നമുക്ക് ഈ വർക്ക് മെറ്റീരിയൽ ടൂൾ മെറ്റീരിയൽ കോമ്പിനേഷനിലെ സീൻ്റെയും എൻ്റെയും വാല്യൂസ് അറിയാം. V നമുക്കറിയാം, ഏത് സ്പീഡിലാണ് നമുക്ക് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ടൂൾ ലൈഫ് T നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് ടെയ്ലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ. കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ്. ഇപ്പോൾ സാധാരണ നമ്മൾ കട്ടിംഗ് ടൂൾ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് ഹൈ സ്പീഡ് സ്റ്റീൽ, കാർബൈഡ് ടൂള്, ഇനി സെറാമിക്സ് ഒക്കെ ഉണ്ട്. ഇനി കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? മെയിനായിട്ട് ഹാർഡ്നെസ്. ഇപ്പോൾ ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം റെസിസ്റ്റൻസ് ടു ഇൻഡൻറ്റേഷൻ, അതായത് ഒരു ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ അതിനകത്തൊരു മാർക്ക് വരാതിരിക്കാനുള്ള ആ ഒരു എബിലിറ്റിക്കാണ്. ഇപ്പോൾ മാർക്ക് വരുവാണെങ്കിൽ, ഒരു ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ ഒരു മെറ്റീരിയൽ ഒരു മാർക്ക് വരുവാണെങ്കിൽ അത് ലെസ് ഹാർഡാണെന്ന് നമുക്ക് പറയാം. ഇനി ടൂളിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് ഹോട്ട് ഹാർഡ്നെസ് എന്നാണ് പറയുക. ഹോട്ട് ഹാർഡ്നെസ് എന്നാണ് പറയുക. സോ വാട്ട് ഈസ് ഹോട്ട് ഹാർഡ്നെസ്? ദ ഹാർഡ്നെസ് അറ്റ് എലവേറ്റഡ് ടെമ്പറേച്ചർ. അതായത് ടൂൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഹൈ RPM-ൽ ടൂൾ വർക്ക് പീസ് കോണ്ടാക്റ്റ് വരുമ്പോൾ, ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നോർമലി അവിടെ അബ്രേഷൻ മൂലം ഒരു ഫ്രിക്ഷൻ ഉണ്ടാകും. ഈ ഫ്രിക്ഷണൽ എഫക്റ്റ് കൊണ്ട് ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഈ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ടൂളിൻ്റെ ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം യൂഷ്വലി മെറ്റൽസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ ഹാർഡ്നെസ് കുറയും. പക്ഷേ ഒരു കട്ടിംഗ് ടൂള് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഹാർഡ്നെസ് കുറയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ടൂൾ മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ്സിനെ നമ്മൾ സ്പെസിഫിക്കലി ഹോട്ട് ഹാർഡ്നെസ് എന്ന് പറയും. ദാറ്റ് ഈസ്
the ability of that material to retain its hardness, to remain hard at elevated temperature. That is, the ability of the material to retain its hardness even at elevated temperature is called hot hardness. അടുത്തത് ടഫ്നെസ്. ടഫ്നെസ് എന്ന് പറയുമ്പോൾ ഇമ്പാക്റ്റ് ഫോഴ്സ് തടയാനുള്ള കഴിവിനെയാണ് ടഫ്നെസ് എന്ന് പറയുക. ഇമ്പാക്റ്റ്. ഇപ്പം എന്താണ് ഇമ്പാക്റ്റ്? ഒരു സഡൻ ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. സഡൻ ഫോഴ്സ് നമുക്കറിയാം. ടേണിംഗ് ഓപ്പറേഷനിൽ നമ്മൾ വർക്ക് പീസിലോട്ട് ടൂൾ അഡ്വാൻസ് ചെയ്യുമ്പോൾ ടൂള് വർക്ക് പീസുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഇൻസ്റ്റൻറ്റിൽ ഒരു സഡൻ ഫോഴ്സ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ടഫ്നെസ് എന്ന് പറയും. ഇതുപോലെ മില്ലിങ് ഓപ്പറേഷനിൽ ഒക്കെ ഇതുപോലൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് മൂലം ടൂളിൻ്റെ ടിപ്പ്, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ടൂളിൻ്റെ നോസ് ബ്രേക്ക് ചെയ്യാതിരിക്കുക. അങ്ങനെ ബ്രേക്ക് ചെയ്യാതിരിക്കാനുള്ള ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ടഫ്നെസ് എന്ന് പറയുക. അടുത്തത് വിയർ റെസിസ്റ്റൻസ്. എലവേറ്റഡ് ടെമ്പറേച്ചേഴ്സിൽ വർക്ക് ചെയ്യുമ്പോൾ നോർമലി ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താവും? മെറ്റീരിയൽ വീക്കാവും, അത് തേയ്മാനം സംഭവിക്കാൻ തുടങ്ങും. ഇവിടെ എലവേറ്റഡ് ടെമ്പറേച്ചറിൽ അത് തേയ്മാനം സംഭവിച്ചുകൂടാ. അങ്ങനെ ടൂള് തേയ്മാനം സംഭവിക്കാതിരിക്കാനുള്ള ആ കഴിവിനെയാണ് വിയർ റെസിസ്റ്റൻസ് എന്ന് പറയുക. അടുത്തത് കെമിക്കൽ സ്റ്റെബിലിറ്റി. അതായത് ടൂൾ എന്ന് പറയാൻ നമുക്കറിയാം, മെറ്റൽ ടൂളിലെ കമ്പോണൻറ്റും വർക്ക് പീസിലെ കമ്പോണൻറ്റും തമ്മിൽ എലമെൻറ്റ്സ് തമ്മിൽ കോണ്ടാക്റ്റ് വരുമ്പോൾ എസ്പെഷ്യലി അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ അത് റിയാക്ഷൻസ്, വേറെ എന്തെങ്കിലും ഓക്സിഡേഷൻ പോലത്തെ റിയാക്ഷൻസ് നടക്കാൻ ഉള്ള സാധ്യതയുണ്ട്. ഇനി കട്ടിങ് ഫ്ലൂയിഡുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ ഓക്സിഡേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ്, അപ്പോൾ അങ്ങനെ നടന്നുകൂടാ. അങ്ങനെയാണെങ്കിൽ ആ ടൂളിൻ്റെ കെമിക്കൽ റിയാക്ഷനിലൂടെ ടൂള് ഡാമേജ് ആയിപ്പോൾ അങ്ങനെ നടക്കാതിരിക്കാനുള്ള എബിലിറ്റീനെയാണ് അങ്ങനെ നടക്കരുത്. ആ നടക്കാതിരിക്കാനുള്ള എബിലിറ്റീനെയാണ് നമ്മൾ കെമിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുക. ഓക്കെ, അതായത് അഡ്വേഴ്സ് സിറ്റുവേഷൻസിൽ വർക്ക് പീസ് ടൂളും കട്ടിങ് ഫ്ലൂയിഡും തമ്മിൽ കോണ്ടാക്ട് വരുമ്പോൾ നോർമലി നമ്മൾ വാട്ടർ ബേസ്ഡ് കട്ടിങ് ഫ്ലൂയിഡ്സ് ഒക്കെ ഉപയോഗിക്കും. ആ അവസ്ഥയിൽ ടൂൾ മെറ്റീരിയൽ സ്റ്റേബിൾ ആയിരിക്കണം. അതിനൊരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കരുത്. അതിനാണ് കെമിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് കുറച്ച് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ്, അതിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, മോഡ് ഓഫ് ടൂൾ ഫെയിലിയർ, ലിമിറ്റേഷൻസ്, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആണ് ഹൈ സ്പീഡ് സ്റ്റീൽ. അപ്പോൾ ഹൈ സ്പീഡ് സ്റ്റീൽ നമ്മൾ സാധാരണ മൈൽഡ് സ്റ്റീൽ മെഷീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഹൈ സ്പീഡ് സ്റ്റീൽ മോസ്റ്റ് കോമൺ നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്നതാണ് ഹൈ സ്പീഡ് സ്റ്റീൽ. ഇവിടെ എൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഹൈ ടഫ്നെസ് എന്ന് നമ്മൾ പറഞ്ഞു, ഇമ്പാക്റ്റ് താങ്ങാനുള്ള കഴിവിനെയാണ് ടഫ്നെസ് എന്ന് പറയുക. റെസിസ്റ്റൻസ് ടു ഫ്രാക്ചർ, വൈഡ് റേഞ്ച് ഓഫ് റഫിംഗ് ആൻഡ് ഫിനിഷിംഗ് കട്ട്സ്, അതിന് ഉപയോഗിക്കാം. ഗുഡ് ഫോർ ഇൻറ്ററപ്റ്റഡ് കട്ട്സ്, അതായത് ഇൻറ്ററപ്റ്റഡ് കട്ട്സിന് ഉപയോഗിക്കാം. അതായത് പെട്ടെന്ന് ടൂൾ അഡ്വാൻസ് ചെയ്തിട്ടുള്ള കട്ടിന് നമുക്ക് ഉപയോഗിക്കാം. ഇനി എങ്ങനെയൊക്കെ ടൂൾ ഫെയിൽ ആവാം? രണ്ട് രീതിയാണ്, ഫ്ലാങ്ക് വിയറും ക്രാറ്റർ വിയറും. അപ്പോൾ ഫ്ലാങ്ക് വിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂളിൻ്റെ ഫ്ലാങ്കും റേക്ക് ഫേസും നമ്മൾ നോമൻക്ലേച്ചറിലാണ്. അപ്പോൾ ഈ ഹീറ്റ് മൂലം ടൂളിൻ്റെ ഫ്ലാങ്കിനുണ്ടാകുന്ന വിയറിനെയാണ്, ഫ്ലാങ്ക് ഫേസിനുണ്ടാകുന്ന വിയറിനെയാണ് ഫ്ലാങ്ക് വിയർ എന്ന് പറയുക. ടൂളിൻ്റെ ടോപ്പ് ഫേസ്, അതായത് റേക്ക് ഫേസിനുണ്ടാകുന്ന വിയറിനെയാണ് നമ്മൾ ക്രാറ്റർ വിയർ എന്ന് പറയുക. റേക്ക് ഫേസിനുണ്ടാകുന്ന വിയറിനെയാണ്. ഇനി ലിമിറ്റേഷൻസ്. എന്താണ് ലിമിറ്റേഷൻ നോക്കാം. ലോ ഹോട്ട് ഹാർഡ്നെസ്, അതായത് എക്സ്ട്രീം ഹൈ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ യൂഷ്വലി ടെമ്പറേച്ചർ കൂടും. പക്ഷെ അത്രയും ടെമ്പറേച്ചർ താങ്ങാനുള്ള കപ്പാസിറ്റി ഹൈ സ്പീഡ് സ്റ്റീലില്ല. ലിമിറ്റഡ് ഹാർഡനബിലിറ്റി, അതായത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ, അതായത് ഈ ടൂൾ ഉണ്ടാക്കുമ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെപ്ത് ഓഫ് ഹാർഡ്നെസ് കുറവായിരിക്കും. അതായത് ടൂൾ സർഫസിൽ നിന്ന് ടൂളിൻ്റെ ഇന്നർ പോർഷനിലോട്ട് പോകുമ്പോൾ ഹീറ്റിംഗ് പ്രോസസ്സിൽ അതിൻ്റെ ഹാർഡനബിലിറ്റി, അതായത് ഹാർഡൻ ആവാനുള്ള കഴിവ്, സ്ട്രെങ്ത് കൂടാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ലിമിറ്റഡ് വിയർ റെസിസ്റ്റൻസ്, യൂഷ്വലി മറ്റ് ടൂളുകളെ അപേക്ഷിച്ച് കാർബൈഡിനൊക്കെ അപേക്ഷിച്ച് പെട്ടെന്ന് തേയ്മാനം സംഭവിക്കുന്നതാണ് ഹൈ സ്പീഡ് സ്റ്റീൽ.
അടുത്തത് അൺകോട്ടഡ് കാർബൈഡ്സ്, ഹൈ ഹാർഡ്നെസ് ഓർ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സ്, അതായത് HSSനെ കഴിഞ്ഞും കൂടുതലാണ് ഹാർഡ്നെസ്, ഹൈ റേഞ്ച് ഓഫ് ടെമ്പറേച്ചേഴ്സ്. ഇനി നല്ല ടഫ്നെസ് ഉണ്ട്, വിയർ റെസിസ്റ്റൻസ് ഉണ്ട്, വേഴ്സറ്റൈൽ, അതായത് പല ഇതിനെ കഴിഞ്ഞും ഹൈ സ്പീഡ് സ്റ്റീലിനെ കഴിഞ്ഞും കൂടുതൽ ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാം. ഇനി മോഡ് ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ സെയിമസ് ഫ്ലാങ്ക് ഫിയർ ആൻഡ് ക്രാറ്റർ ഫിയർ. ഈ രണ്ട് ഓപ്പറേഷനാണിത്. ഈ രണ്ട് രീതിയിലാണ് ടൂൾ ഫെയിൽ ആവുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, cannot use at slow speeds, ചെറിയ സ്പീഡുകളിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ബിക്കോസ് കോൾഡ് വെൽഡിങ് ഓഫ് ചിപ്സ് ആൻഡ് മൈക്രോ ചിപ്പിംഗ്. ഒന്ന് കോൾഡ് വെൽഡിങ്, അതായത് ചെറിയ ചിപ്പ് കുറച്ച് നേരം അധികം ഈ ഫേസുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അതിൽ കോൾഡ് വെൽഡിങ്, ചെറിയൊരു വെൽഡ് പോലെ ഫോം ചെയ്യും. ഇനി മൈക്രോ ചിപ്പിംഗ്, അതായത് വളരെ ചെറിയ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ ടൂളിൻ്റെ ടിപ്പിൽ നിന്ന് വളരെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ വിസിബിൾ ആവുള്ളൂ ടൂൾ മെറ്റീരിയൽ ഇറോഡ് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് മൈക്രോ ചിപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോട്ടഡ് കാർബൈഡ്സ്. അപ്പോൾ അൺകോട്ടഡ് കാർബൈഡ്സിനേക്കാളും കുറച്ചുകൂടെ പ്രോപ്പർട്ടീസ് കൂടുതലാണ് കോട്ടഡ് കാർബൈഡ്സ്. ഇതിൻ്റെയും ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ചെറിയ സ്പീഡിൽ ഉപയോഗിക്കാൻ പറ്റില്ല, മൈക്രോ ചിപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ട്. ഓക്കെ, അടുത്തത് സെറാമിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പ്രോപ്പർട്ടീസും, മോഡ് ഓഫ് ടൂൾ ഫെയിലിയേഴ്സ്, ലിമിറ്റേഷൻസ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത് പോളി ക്രിസ്റ്റലൈൻ ക്യൂബിക് ബോറോൺ നൈട്രൈഡ്, CBN എന്ന് പറയും. അതുപോലെ ഡയമണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പം ലോ സ്ട്രെങ്ത്, ലോ കെമിക്കൽ സ്റ്റെബിലിറ്റി അറ്റ് ഹൈ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് നോർമലി ഹൈ സ്പീഡ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ടെമ്പറേച്ചർ ഫ്രിക്ഷൻ മൂലം ഹൈ ആവുക. അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ കെമിക്കൽ സ്റ്റെബിലിറ്റി കുറവാണ്. അതായത് ടൂൾ മെറ്റീരിയലുമായിട്ട് റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ കൂളൻ്റുമായിട്ട് റിയാക്ട് ചെയ്ത് വേറെ പ്രൊഡക്റ്റ് ഉണ്ടാവും. അത് ടൂളിൻ്റെ ലൈഫിനെ ബാധിക്കും. അതിനാണ് ലോ കെമിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടൂൾ മെറ്റീരിയൽസ് പഠിക്കുക. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, ടൂൾ മെറ്റീരിയലിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഓരോ മെറ്റീരിയലിൻ്റെയും ഹൈ സ്പീഡ് സ്റ്റീലിൻ്റെ ആൻഡ് കോട്ടഡ് കാർബൈഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി എങ്ങനെയൊക്കെയാണ് ടൂൾ ഫെയിൽ ആവുക, ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ്, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടൂൾ ലൈഫ്. ഒരു ടൂൾ ലൈഫ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഒരു ടൂൾ റീഷാർപ്പൺ ചെയ്യുന്നവരുടെ ടൈം ഇൻ്റർവെല്ലിന് ടൂൾ ലൈഫ് എന്ന് പറയാം. അപ്പോൾ ടൂൾ ലൈഫിന് എന്തൊക്കെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, കട്ടിംഗ് സ്പീഡ്. ഈ പോയിന്റുകൾ ഓർത്ത് നോക്കുക. കട്ടിംഗ് സ്പീഡ് ഹൈ കട്ടിംഗ് സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ടൂൾസ് ഉണ്ട്, ലോ കട്ടിംഗ് സ്പീഡ് മാത്രമേ പറ്റുന്ന ടൂൾസ് ഉണ്ട്. യൂഷ്വലി കട്ടിംഗ് സ്പീഡ് വരുമ്പോൾ ടെമ്പറേച്ചർ കൂടും, ഒരു റേഞ്ച് വിട്ട് കൊടുക്കും. ഒരു നോമിനൽ സ്പീഡ് ഉണ്ട്, തീരെ കുറഞ്ഞ സ്പീഡിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു നോമിനൽ സ്പീഡുണ്ട്. ആ ഒരു സ്പീഡിലാണ് നമ്മൾ സാധാരണ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ കട്ടിംഗ് സ്പീഡ് അഫക്ട്സ് ടൂൾ ലൈഫ്. അത് പല മെറ്റീരിയലിലും പല റേഞ്ചിലായിരിക്കും ടൂൾ ലൈഫുമായിട്ടുള്ള റിലേഷൻ. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ വർക്ക് പീസ്, ബ്രിറ്റിലാണോ ഡക്റ്റൈൽ മെറ്റീരിയലാണോ. ഇപ്പോൾ കാസ്റ്റ് അയൺ മെഷീനിന് നമ്മൾ സെറാമിക് ടൂൾസാണ് ഉപയോഗിക്കുക. ഓക്കെ, കാർബൈഡ് ടൂൾസൊക്കെ കാസ്റ്റ് അയൺ മെഷീൻ ചെയ്യാൻ കാർബൈഡ് ടൂൾസാണ് ഉപയോഗിക്കുക. ഇനി മൈൽഡ് സ്റ്റീൽ മെഷീൻ ചെയ്യാൻ നമ്മൾ ഹൈ സ്പീഡ് സ്റ്റീലാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ബ്രിറ്റിലാണ്, മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത് ഡക്റ്റൈലാണ്. അപ്പോൾ അതുകൊണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ വർക്ക് പീസ് ടൂൾ ലൈഫിനെ ബാധിക്കും. ഇനി ഏരിയ ഓഫ് കട്ട്. അപ്പോൾ എത്ര ഏരിയയാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റഫ് കട്ടിൻ്റെ അതേ ടൂൾ ലൈഫ് നമുക്ക് ഫിനിഷ് കട്ടിങ്ങിലാണെങ്കിൽ നമുക്ക് കൂടുതൽ ടൂൾ ലൈഫ് കിട്ടും. ഇനി ഡെപ്ത് ഓഫ് കട്ടൊക്കെ കൂടുമ്പോൾ ടൂൾ ലൈഫ് നോർമലി കുറവായിരിക്കും. അടുത്ത റേഷ്യോ ഫീഡ് ടു ഡെപ്ത് ഓഫ് കട്ട്. അപ്പോൾ ഫീഡും ഡെപ്ത് ഓഫ് കട്ടും. അപ്പോൾ ഫീഡ് ഫാസ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും, ടൂൾ ലൈഫ് യൂഷ്വലി കുറവായിരിക്കും. ഇനി ഷേപ്പ് ആൻഡ് ആംഗിൾസ് ഓഫ് ദി ടൂൾ. നമ്മൾ കട്ടിംഗ് ടൂളിൻ്റെ നോമൻക്ലേച്ചർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോമൻക്ലേച്ചറിൽ ഓരോ ആംഗിളിനും പ്രാധാന്യമുണ്ട്. ഓരോ ആംഗിളും കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് ടൂൾ ലൈഫിനെ ബാധിക്കും. അപ്പോൾ അതിന് കണക്കാക്കിയാണ് ബൈ എക്സ്പെരിമെൻറ്റ് നമ്മുടെ ടൂൾ ആംഗിൾസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ടൂൾ മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ്സ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ടൂൾ മെറ്റീരിയൽസ് തന്ന ഹൈ സ്പീഡ് സ്റ്റീലൊക്കെ ഹീറ്റ് ട്രീറ്റ് ചെയ്ത് വരുന്നത്. അപ്പം അതിൻ്റെ നമ്മളൊരു ലിമിറ്റേഷനായിട്ട് പറഞ്ഞായിരുന്നു ലോ ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൽ അതിൻ്റെ ഡെപ്തിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഹാർഡ്നെസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനാണ് ലോ ഹാർഡനബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടൂൾ മെറ്റീരിയലിൻ്റെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ടൂൾ ലൈഫിനെ ബാധിക്കും.
ഇനി നേച്ചർ ആൻഡ് ക്വാളിറ്റി ഓഫ് കൂളൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന കൂളൻ്റ് ലൂബ്രിക്കൻ്റ് ഒക്കെ ടൂൾ ലൈഫിനെ ബാധിക്കും. ഇപ്പോൾ നല്ല ലൂബ്രിക്കൻസ് കൂളൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നോർമലി ടൂൾ ലൈഫ് കൂടും. ഇനി റിജിഡിറ്റി ഓഫ് ദി ടൂൾ ആൻഡ് വർക്ക് പീസ്, അതായത് വർക്ക് പീസ് നന്നായി ഫിക്സ് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്ന ചക്ക് ഓർ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് റിജിഡാണോ. അടുത്തത് ടൂള് റിജിഡാണോ, അല്ലെങ്കിൽ ടൂളിന് ടഫ്നെസ് കുറവാണോ കൂടുതലാണോ. ഓക്കെ, അപ്പോൾ ടഫ് ടൂളാണെങ്കിൽ യൂഷ്വലി എന്തായിരിക്കും, ലൈഫ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൂൾ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. കട്ടിംഗ് സ്പീഡ് ഓഫ് ദി ടൂൾ അഫക്ട്സ് ടൂൾ ലൈഫ് നമുക്കറിയാം. ഇനി ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ കൂടും, കട്ടിംഗ് സ്പീഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ആ ടെമ്പറേച്ചറാണ് ടൂൾ ടിപ്പിൽ ഹീറ്റ് റൈസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറാണ്. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറിൻ്റെ കാരണം എന്ന് പറയുന്നത് കട്ടിംഗ് സ്പീഡിൽ ഇൻക്രീസ് ആണ്. ഓക്കെ, ഇനി ഈ ടൂളിൽ, അതായത് ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം വർക്ക് പീസ് യൂഷ്വലി ടൂളിനെ കഴിഞ്ഞ് വലുതാണ്. അപ്പം ഈ ഹീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടൂൾ ടിപ്പിലാണ് ഈ ഹീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഈ ഹീറ്റാണ് ആ മേജർ ഫാക്ടർ, കട്ടിംഗ് ടൂളിൻ്റെ ലൈഫ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മേജർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഈ ടെമ്പറേച്ചർ റൈസ് ആണ്. മെഷീനബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയൽ ഈസി ആയിട്ട് മെഷീൻ ചെയ്യാനുള്ള ആ ഈസിനെസ്, അതിനെയാണ് നമ്മൾ മെഷീനബിലിറ്റി എന്ന് പറയുക. മെഷീനബിലിറ്റി മേ ബി defined as the ease with which a given material can be machined with a cutting tool. അതായത് ഒരു മെറ്റീരിയൽ മെഷീൻ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു വർക്ക് മെറ്റീരിയൽ മെഷീൻ ചെയ്യാനുള്ള ഈസിനെസ്സിനെയാണ് നമ്മൾ മെഷീനബിലിറ്റി എന്ന് പറയുക. അപ്പോൾ മെഷീനബിലിറ്റി എന്തൊക്കെ കാര്യങ്ങൾ വെച്ചാണ് മെഷീനബിലിറ്റി നമ്മൾ പറയുന്നത് നോക്കാം. ഓക്കെ, അത് എന്തിൻ്റെയൊക്കെ ടേംസിലാണ് നമ്മൾ മെഷീനബിലിറ്റി പറയുന്നത്. ഫസ്റ്റ് വൺ സർഫസ് ഫിനിഷ്, നെക്സ്റ്റ് ടൂൾ ലൈഫ്, അടുത്തത് പവർ റിക്വയർഡ്, ദെൻ ചിപ്പ് കൺട്രോൾ. ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മെഷീനബിലിറ്റി പറയുന്നത്. അപ്പോൾ ഒരു മെറ്റീരിയൽ മെഷീനബിളാണ് അല്ലെങ്കിൽ മെഷീനബിളാണെന്ന് എങ്ങനെ നമ്മൾ പറയുന്നത് നോക്കാം. ഗുഡ് സർഫസ് ഫിനിഷ്, സർഫസ് ഇൻറ്റഗ്രിറ്റി, അതായത് മെഷീൻ ചെയ്ത സർഫസിൻ്റെ ഒരു യൂണിഫോമിറ്റി, ലോങ് ടൂൾ ലൈഫ്. ഇനി അത് മെഷീൻ ചെയ്യാൻ ചെറിയ പവറോ ചെറിയ ഫോഴ്സ് മതി. ഇനി ചിപ്പിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ചിപ്സ് പറഞ്ഞപ്പോൾ കണ്ടിന്യൂസ്, ഡിസ്കണ്ടിന്യൂസ്, ബിൽറ്റപ്പ് അടിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ചിപ്പ് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചിപ്പ് ഫ്ലോ എങ്ങനെയാണ് സർഫസ് ഫിനിഷിനെ ബാധിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് സർഫസ് ഫിനിഷ്, ടൂൾ ലൈഫ്, ഫോഴ്സ് ആൻഡ് പവർ റിക്വയർഡ്, അതായത് ഫോഴ്സ് ആൻഡ് പവർ എന്ന് പറയുമ്പോൾ യൂഷ്വലി ചെറുതായിരിക്കണം. ഇനി ചിപ്പ് കൺട്രോൾ, ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ മെഷീനബിലിറ്റി എന്ന് പറയുന്നത്. മെഷീനബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ ഈസ് വിത്ത് വിച്ച് എ ഗിവൺ മെറ്റീരിയൽ മേ ബി വർക്ക്ഡ് ഓർ മെഷീൻഡ് വിത്ത് എ കട്ടിംഗ് ടൂൾ. So machinability may be defined as the ease with which a given material may be measured. In order to acquire good machinability, it should have little power to remove material, achieve high cutting speed, easy to obtain good surface finish, and do not cause tool. അതായത് ടൂൾ പെട്ടെന്ന് വേറാൻ പാടില്ല, ചെറിയ പവർ ഉപയോഗിച്ച് ആ മെറ്റീരിയൽ, അതായത് വർക്ക് മെറ്റീരിയൽ മെഷീൻ ചെയ്യാൻ പറ്റണം, ഗുഡ് സർഫസ് ഫിനിഷ് ആൻഡ് സർഫസ് ഇൻറ്റഗ്രിറ്റി ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ് മെഷീനബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. മെഷീനബിലിറ്റി മീൻസ് ഒരു മെറ്റീരിയൽ മെഷീനബിൾ ആണെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല മെഷീനബിലിറ്റി ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ, സർഫസ് ഫിനിഷ്, പവർ, ചിപ്പ് കൺട്രോള്, ടൂൾ വിയർ, അതായത് ഷുഡ് നോട്ട് കോസ് ടൂൾ വിയർ, ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം.